ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കൽ. അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടു നോക്ക്. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ പേരി പപ്പടം, പിന്നെ പപ്പടം വല്ലപ്പോഴുമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ പപ്പടം ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പുമാങ്ങ, അമ്പഴങ്ങ ഉപ്പിലിട്ടത്, അങ്ങനത്തെയൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുക അമ്മ. അപ്പോൾ അതൊക്കെ എപ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുത്തയച്ചിട്ട് അങ്ങനത്തെ അച്ചാറ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ കൊണ്ടാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ടാട്ടം കമ്പൾസറി ആയിട്ട് തൈരും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനിന്ന് കുമ്പളങ്ങ കിട്ടിയപ്പോൾ മോര് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി വിചാരിച്ച് അങ്ങനെ വെജിറ്റേറിയൻ കുറച്ച് ഉപ്പേരി അങ്ങനത്തെയൊക്കെ ഐറ്റങ്ങൾ. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്. ഇന്ന് ഫ്രൈഡേ ലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീൻസിൻ്റെ തോരനാണ്. പിന്നെ മുതിരപ്പേരിയും ഉണ്ടാക്കാൻ വേണ്ടി മുതിര വെള്ളത്തിലിട്ട് വെച്ചതാണ്. തലേ ദിവസം തന്നെ കഴുകണം. പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചുള്ള പപ്പടം അങ്ങനത്തെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കുമ്പളങ്ങ വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് കീറിയിട്ട് ഇതിലേക്ക് വേണ്ടത് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ, ജീരകം, അതുപോലെ കുരുമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, നമ്മുടെ കറിക്ക് വേണ്ടത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപ്പും ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അരപ്പ് ഇതാക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കുക. നമ്മൾ നമ്മുടെ കുക്കറിൽ ഉപ്പിട്ടിട്ട് ചെയ്യുക കറിയിൽ. പിന്നെ അടുത്ത് കുക്കറിൽ ഞാൻ മുതിര വാഷ് ചെയ്തിട്ട് മുതിരയിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ നമ്മൾക്ക് എണ്ണ ചൂടാക്കിയിട്ട് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പപ്പടം കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ചെയ്യുമ്പോൾ പപ്പടം കാച്ചി കഴിഞ്ഞാൽ പിന്നെ വറവിടുക അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ പപ്പടം കാച്ചാൻ വേണ്ടി പോയത്. അപ്പോൾ പപ്പടം കാച്ചി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ നമ്മളെ മുതിരയ്ക്ക് ഞാൻ നമ്മുടെ മുളക് കൊണ്ടാട്ടം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിളൊക്കെ കറിയാവുമ്പോൾ അതിലേക്ക് കൊണ്ടാട്ടം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് പച്ചക്കറി ഉണ്ടാക്കണം. അപ്പോൾ കൊണ്ടാട്ടം എന്തായാലും കമ്പൾസറി ആയിട്ടും കൊണ്ടാട്ടം എന്തായാലും ഉണ്ടാവും വീട്ടിൽ. പിന്നെ പപ്പടം കാച്ചി കഴിഞ്ഞപ്പോൾ ഞാൻ മുളകും വറുത്തെടുത്ത് പിന്നെ പാത്രത്തിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉപ്പേരി ഓരോന്നായിട്ട് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് താളിച്ചിട്ട് കൊടുത്തുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. പിന്നെ എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയാവില്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് വേവണം. ഒന്നിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപ്പേരിക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്തും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് കുമ്പളങ്ങ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ വില കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് തിളച്ചതിന് ശേഷം നമുക്കിത് വറവിടാൻ താളിക്കാണ്ട്. അതുപോലെ തന്നെ ഉപ്പേരിയും വെന്ത് റെഡി ആയിട്ടുണ്ട്, നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതും താളിക്കണം. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഓരോന്നായിട്ട് ഞാൻ താളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക്
എണ്ണ ഒഴിച്ച് കടുകിട്ട് അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടി മുളക് കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചിലവർ ഇതിലേക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കണതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കും. ഇത് മോരിലേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് താളിക്കൽ നമ്മുടെ മോര് കറിയിലേക്കാണ് താളിക്കാൻ വേണ്ടി പോകുന്നത്. കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് താളിച്ചത് ഫസ്റ്റ്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അങ്ങനത്തെ ഇതൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കണം. അതിൻ്റെ ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ പെട്ടെന്ന് മൂടി വയ്ക്കേണ്ടത്. പിന്നെ പാത്രം വെച്ചിട്ട് അടുത്തത് ഉപ്പേരിക്ക് വേണ്ടി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ കടുക് ഇട്ടിട്ട് സെയിം മെത്തേഡ് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്ന മുളക് അങ്ങാടി മുളകിൽ അതിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തോനെ അത് ഞാൻ നമ്മുടെ മുതിരയിൽ പച്ചമുളക് കീറിയിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ അങ്ങാടി മുളക് ഇത്തിരി തോനിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. കറിവേപ്പിലയും പിന്നെ ഇഞ്ചി അല്ല കേട്ടോ, നമ്മുടെ ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതും കൂടി നമ്മുടെ ഉപ്പേരിയിൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഇതിങ്ങനെ ഞാൻ മുതിരപ്പേരി ഉണ്ടാക്കാറ്. ഇടയ്ക്ക് പച്ചമുളക് കീറിയിടലുണ്ട്. ഞാനിതിൽ പച്ചമുളക് കീറിയിട്ടിട്ടില്ല, ഉപ്പിട്ടിട്ട് വേവിക്കുക ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്തിങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സ്പൂണ് മുളകും പൊടിയും കൂടി ചേർത്തിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന പോലെ ഒന്നുണ്ട് ഇളക്കിയിട്ട് നമ്മുടെ മുതിരപ്പേരിക്ക് ചേർക്കും. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. കുറച്ച് എണ്ണയും ചേർക്കുള്ളൂ, തോനെ എണ്ണയൊന്നും ചേർത്തിട്ട്, അതായത് തോനെ എണ്ണ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടെ. ഞാൻ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ എണ്ണയൊക്കെ. അപ്പോൾ ഞാനത് അതിലേക്കിട്ടിട്ട് ഒന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കും. എന്നിട്ട് പെട്ടെന്ന് മൂടി വയ്ക്കണം. നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഈ കുക്കറിൽ തന്നെ ഇരുന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിചാരിച്ചു നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനൊക്കെ വൃത്തിയാക്കി വെച്ച് നമ്മുടെ അടുപ്പത്ത് ഞാൻ റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി, നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ആ സമയത്ത് ചോറ് റെഡിയായപ്പോൾ അതിന് മീതെ കുക്കറിൽ ഞാൻ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് അടുപ്പത്ത് വെച്ചിട്ട് പാലൊഴിച്ചിട്ട് വേവിച്ചെടുത്താണ് ഇതിൽ. ഇത് നല്ലപോലെ ഞാൻ കാണിച്ചിടത്ത് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഹൽവ. അതുകൊണ്ടാണ് ശരിക്കും പോലെ കാണിച്ചിടത്ത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ. അതാ ഞങ്ങളുടെ ഫ്രൈഡേ ലഞ്ച് ഇവിടെ റെഡിയാണ്. ഒരു ക്യാരറ്റ് ഹൽവ മധുരത്തിന്, പിന്നെ ഉപ്പേരി, കൊണ്ടാട്ടം, പപ്പടം, നമ്മുടെ മുതിരപ്പേരി, പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഈ അമ്പഴങ്ങില്ലേ, അമ്പഴങ്ങ ഉപ്പിലിട്ട് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതാണ്. അതിൽ മാങ്ങ ഉപ്പിലിട്ടത്, അമ്പഴങ്ങ ഉപ്പിലിട്ടത്, ഇതെല്ലാം നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അമ്മ എൻ്റെ അനിയന്മാരൊക്കെ വരുമ്പോൾ എനിക്ക് ഈ അമ്പഴങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്തയക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തയച്ചപ്പോൾ അമ്പഴങ്ങയാണ് ഉള്ളത്. മാങ്ങയൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ അമ്പഴങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ.